ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത്. വിർജിൽ പറഞ്ഞ വാക്കുകളാണ്. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് നമുക്ക് ഫിസിക്കലി മാത്രമല്ല, നമ്മൾ മെൻ്റലിയും സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നമ്മളൊരു ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ആരോഗ്യം കൊണ്ട് എല്ലാവരും സമ്പന്നരാണെന്ന വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവാണ്. ഹോസ്പിറ്റലിൽ പോകുന്നത് സന്തോഷിക്കാനായിട്ട്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു അംശമുള്ള ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും മെറ്റേണിറ്റിയാണ്. ബാക്കി ഏത് ഏരിയയിൽ പോയാലും നമുക്കവിടെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ റിലേറ്റഡ് ആയിട്ട്, ഡയഗ്നോസിസ് ആയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഹാപ്പിനെസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസും മെറ്റേണിറ്റിയാണ്. അപ്പോൾ മെറ്റേണിറ്റിയിൽ തന്നെ നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുന്നത് വളരെയധികം മനോഹരമായ, ആനന്ദകരമായ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു പ്രഗ്നൻസി എങ്ങനെ നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് കൺഫർമേഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നമുക്കൊരു സംശയം തോന്നിയാൽ തന്നെ നമ്മളെല്ലാവരും എന്താ ചെയ്യുക? അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോവുക, ഒരു UPT കിറ്റ് മേടിക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാനൊന്ന് ഫാസ്റ്റായിട്ട് പറയാം. അതായത് ഇപ്പം റെഗുലർ സൈക്കിൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, റെഗുലർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ മാസം എനിക്ക് പീരീഡ് വന്ന അതിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ ഈ മാസം എനിക്ക് പീരീഡ് വരുന്ന ഫസ്റ്റ് ഡേ, ആ ഒരു ഗ്യാപ്പാണ് സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് നമ്മുടെ പീരീഡ് മിസ്സാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ പീരീഡ് മിസ്സായി കഴിഞ്ഞ് ഒരു 1 വീക്ക് കൂടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ 1 വീക്ക് കൂടെ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ UPT ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഇതിനായിട്ട് നമുക്ക് എല്ലാ ഫാർമസികളിലും നമുക്ക് UPT കിറ്റ് അവൈലബിൾ ആണ്. UPT കിറ്റ് വാങ്ങുക, എന്നിട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ മാനുഫാക്ചറേഴ്സ് ഇൻസ്ട്രക്ഷൻസ് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ എത്ര ഡ്രോപ്സ് യൂറിനാണ് ഒഴിക്കേണ്ടത്, എത്ര സമയമാണ് വെയിറ്റ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യണം. കാര്യം ചില കിറ്റുകളിൽ നമുക്ക് ഇതിന് വ്യത്യാസം കാണാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആ സമയത്തിൽ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുക. ഇതിനായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് അതിരാവിലെയുള്ള യൂറിൻ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിരാവിലെയുള്ള യൂറിൻ ആകുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലും യൂറിനിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ഹോർമോണാണ് β-HCG എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോർമോണിൻ്റെ അളവ് നമ്മളുടെ ഇപ്പം അതിരാവിലെ എഴുന്നേൽക്കുന്ന യൂറിൻ ആകുമ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതായത് നമ്മൾ അധികം വെള്ളമൊന്നും കുടിക്കുന്നില്ല, രാത്രി നമ്മൾ ഒരുപാട് തവണ യൂറിൻ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ β-HCGയുടെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടുതലായിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ അതിരാവിലെയുള്ള യൂറിൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് യൂറിനാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇനി ഈ കിറ്റിൽ തന്നെ C എന്നും T എന്നും പറഞ്ഞിട്ട് 2 മാർക്കുകൾ നമുക്ക് കാണാം. C എന്ന് പറയുന്നത് അതിൻ്റെ കൺട്രോൾ മാർക്കാണ്. അതായത് ആ സ്ട്രിപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും C എന്ന് പറയുന്ന ലൈൻ നമുക്ക് തെളിഞ്ഞു വന്നിരിക്കണം. C എന്ന് പറയുന്ന ലൈൻ തെളിഞ്ഞില്ല എന്നർത്ഥം, അതായത് ആ സ്ട്രിപ്പിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് C എന്ന് പറയുന്ന വര വരാത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രിപ്പ് കളയുക, മറ്റൊരു സ്ട്രിപ്പ് വാങ്ങി യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി T ആണ് നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഡോട്ട്. അപ്പോൾ സിയും വന്നു, ടിയും വന്നു, രണ്ടിലും നല്ല സ്ട്രോങ് ആയിട്ട് ഡാർക്ക് ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ പ്രഗ്നൻ്റ് ആണ്. ഇനി C മാത്രമേ വന്നിട്ടുള്ളൂ, T വന്നിട്ടില്ല, അപ്പോൾ നമ്മൾ പ്രഗ്നൻസി നെഗറ്റീവാണ്. ഇനി ചില സാഹചര്യങ്ങളിൽ C നല്ല രീതിയിൽ വരും, T വളരെ വീക്കായിട്ടൊരു വീക്ക് ലൈൻ കാണപ്പെടാറുണ്ട്, അത്ര തെളിഞ്ഞിട്ടില്ലാത്ത. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? ഇപ്പം നമുക്ക് പ്രഗ്നൻസി ആയി വരുന്നതേ ഉള്ളൂ, കുറച്ചും കൂടി കഴിഞ്ഞാലേ അത് കറക്റ്റായിട്ട് ആകത്തുള്ളൂ. ഇപ്പം ഡിലേഡ് കൺസെപ്ഷൻ, അത് എംബ്രിയോ ആയി വരുന്ന സമയം കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വീക്കായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ 1 വീക്ക് കൂടെ വെയിറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല ഡാർക്ക് ലൈൻ ആയിക്കോളും. ഇനി അബോർഷൻ ആവുന്ന കേസുകളിലും ഇത് വീക്ക് ലൈനായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ എക്ടോപിക് പ്രഗ്നൻസിയിലും അങ്ങനെ ഒരു വീക്ക് ലൈൻ കാണപ്പെടാറുണ്ട്. അതാണ് UPT കിറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബ്ലഡിൽ നമ്മുടെ β-HCGയുടെ അളവ് നോക്കുക എന്ന് പറയുന്നത്. അതാണ് കുറച്ചും കൂടി ഈസിയും നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റും കുറച്ചും കൂടി ഏർലി ആയിട്ട് പ്രഗ്നൻസി കണ്ടുപിടിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള മെത്തേഡ്. ഒരു ഡോക്ടറെ കാണുക,
എന്നിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ലാബിൽ പോയിട്ട് ഒരു beta-HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് beta-HCGയുടെ വാല്യൂ അനുസരിച്ച് നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 5 മില്ലി ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ml-നെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് അല്ല എന്നാണ് അർത്ഥം. അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് beta-HCG വെച്ചിട്ട് നമ്മൾ പ്രഗ്നൻസി കണ്ടുപിടിക്കുന്നത്. അത് കുറച്ചും കൂടി ഏർലി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് പീരീഡ് ഡേറ്റിൽ കറക്റ്റ് പീരീഡ് ആയി 1 വീക്ക് ഒന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പ്രഗ്നൻ്റ് ആണോ എന്നറിയാൻ പറ്റും. ഇനി നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് നമ്മൾ UPT വെച്ച് ടെസ്റ്റ് ചെയ്തു, കൺഫേം ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ പോവുക, നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിനെ നമ്മൾ കണ്ടുപിടിക്കുക, അവരുടെ അടുത്ത് പോയി നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യും? നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ, അതായത് നമ്മുടെ എന്താ പറയുക, തൈറോയിഡ്, നമ്മുടെ സിറോളജി, HIV, ഹെപ്പറ്റൈറ്റിസ് B, അങ്ങനെ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കാം. അതുപോലെ സ്കാനിങ് ഒന്നുകിൽ ഷെഡ്യൂൾ ചെയ്യും, സ്കാനിങ് ചെയ്യാൻ പാകമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ സ്കാനിങ് ഒക്കെ റെഫർ ചെയ്ത് സ്കാനിങ് ഒക്കെ ചെയ്ത് നമ്മുടെ യൂട്രസിനകത്ത് തന്നെയാണ് പ്രഗ്നൻസി, ഹെൽത്തി പ്രഗ്നൻസി ആണ് എന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ സയൻറ്റിഫിക്കലി പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.